മേയർ വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച പുതിയ വിശദീകരണ വീഡിയോയുമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖ രംഗത്ത് വന്നു. ഒരു മൊബൈൽ ഫോണും 2 മക്കളും എന്ന പേരിലാണ് ഫേസ്ബുക്ക് വീഡിയോ. ഇൻട്രസ്റ്റിംഗ് ആണ്. 10ലും 12ലും പഠിക്കുന്ന തന്റെ പുത്രന്മാരെ വിളിച്ച് പിതാവ് പറയുന്നു, നിങ്ങൾ ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സായാൽ ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനം തരാമെന്ന്. 2 പേരും ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സാവുന്നു. ഒരു ഫോൺ മാത്രം വാങ്ങാൻ പ്രാപ്തിയുള്ള പിതാവ് അവരെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ തന്നെ പറ ഞാൻ ഇത് ആർക്ക് കൊടുക്കണമെന്ന്. ഉചിതമായ തീരുമാനം അച്ഛൻ എടുക്കൂ എന്ന് പറഞ്ഞ് 2 പേരും അച്ഛന് വിടുന്നു. ഏറ്റവും കൂടുതൽ നന്നായി ഇത് ഉപയോഗിക്കുക മൂത്ത പുത്രനായിരിക്കും. അവന് കുറച്ചും കൂടെ ഒരു പക്വതയുണ്ട് ഇത് ഉപയോഗിക്കാൻ എന്ന് മനസ്സിലാക്കി അത് മൂത്ത പുത്രന് കൊടുക്കുന്നു. ഇളയ പുത്രൻ അത് അംഗീകരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയില്ലേ? അടുത്ത വീട്ടിലെ ഒരു കുത്തിത്തിരിപ്പുകാരൻ വികൃത ബുദ്ധി നിരന്തരം ഇളയ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊരു ചതിയാണെടാ ഇത്, എന്നാലും ഇങ്ങനെ ചെയ്യാവോ, നിന്റെ അച്ഛൻ നിനക്ക് സത്യം ചെയ്തതല്ലേ, അത് നീ വാങ്ങിച്ചെടുക്കട്ടെ, വഴക്കിട്ട് ഫൈറ്റ് ചെയ്ത് അത് വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തൂടെ, ഓടിപ്പൊക്കൂടെ, ഇതുപോലെയുള്ളൊരു കുടുംബത്തിൽ നീ എന്തിനാ തുടരുന്നത്. അവനോട് മാത്രമല്ല നാട്ടിലുള്ള സകലരോടും ഇത് പറഞ്ഞു നടക്കുന്നു. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ചില മാപ്രകൾ ചെയ്യുന്നത്. എന്തായാലും മുൻ DGP ആർ ശ്രീലേഖയുടെ നാവിൽ നിന്ന് ഈ മാപ്രാന്ന് വിളിയേക്കും എന്തൊരു ശീലമല്ലാത്ത കാര്യം കേട്ടതുപോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു മൊബൈൽ ഫോണും 2 മക്കളും എന്ന കഥയുടെ ആവിഷ്കാരത്തിന് മുന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? അലക്സ് റാം മുഹമ്മദ് പറയൂ. SKN ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖ കത്തി കയറുകയാണ്. വിവാദത്തിന് ഒരു കുറവുമില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ അടക്കം അവരൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മേയർ പദം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും BJPയുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ മുഖമായി തന്നെ അവതരിപ്പിക്കുമെന്നും BJP നേതാക്കൾ, ചില BJP സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ തന്നോട് പറഞ്ഞിരുന്നു. അതിനാലാണ് താൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയതെന്ന് അവർ ഇന്നലെ പറഞ്ഞു. മാധ്യമങ്ങളോട് അത് അവർ വിശദീകരിച്ചു. അതിനുശേഷം വലിയ വിവാദമാവുകയും പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തതിനു ശേഷം അവർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളെ വിമർശിച്ച് രംഗത്തെത്തി. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്, ഒരു ഭാഗം അടർത്തിയെടുത്ത് അവർ വ്യാഖ്യാനിക്കുകയാണ്, അവർ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്, മാപ്പറകളെന്ന് വിശേഷിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ വീണ്ടും ഒരു കഥ സൊല്ലട്ടുമ എന്ന പേരിൽ ഒരു മൊബൈൽ ഫോണും 2 മക്കളും എന്നൊരു കഥയുമായി അവർ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ കഥയിൽ പറഞ്ഞതുപോലെ ആണ് സംഭവങ്ങളെങ്കിൽ ഇതിൽ അവർ വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ നിലവിൽ ഈ 2 മക്കളെന്ന് ഉദ്ദേശിക്കുന്ന ഒന്ന് VV രാജേഷും ഒന്ന് ആർ ശ്രീലേഖയുമാണ്. അങ്ങനെയെങ്കിൽ VV രാജേഷിന് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ആരെങ്കിലും മേയർ പദം വാഗ്ദാനം ചെയ്തിരുന്നോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇവർക്ക് മേയർ പദവി നൽകാം എന്ന് സത്യം ചെയ്ത് നൽകിയിട്ടുണ്ടോ ഈ നേതൃത്വത്തിൽ ആരെങ്കിലും എന്നുള്ളതും ആർ ശ്രീലേഖ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് മാധ്യമങ്ങളാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നതെന്നാണ് ആർ ശ്രീലേഖയുടെ വിശദീകരണം. BJP സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന പൊല്ലാപ്പും തലവേദനയും ചെറുതല്ല, വലിയ പ്രതിരോധത്തിലാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോർപ്പറേഷനെ നേരെ ചൊവ്വേ, അതായത് 8-9 ദിവസം കഴിയുന്നതേ ഉള്ളൂ, നഗരസഭാ ഭരണം നേരെ ചൊവ്വേ പോകുന്നു എന്ന ആളുകൾ ശ്രദ്ധിക്കുന്നതിന് പകരം ആർ ശ്രീലേഖ ഉണ്ടാക്കുന്ന വിവാദങ്ങളിൽ കുഴങ്ങി നിൽക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളതാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അത് മാത്രമല്ല, ഈ ആർ ശ്രീലേഖയ്ക്ക് ആരാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മേയർ പദം വാഗ്ദാനം ചെയ്തതെന്ന് BJP സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നു. അത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മുതിർന്ന നേതാക്കളെ MT രമേശ് അറിഞ്ഞിട്ടില്ല, ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ V മുരളീധരൻ അറിഞ്ഞിട്ടില്ല, K സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല, കോർ കമ്മിറ്റിയിലെ നല്ലൊരു ശതമാനം മുതിർന്ന നേതാക്കളും ഇങ്ങനെ ഒരു പദവി വാഗ്ദാനം തെരഞ്ഞെടുപ്പിന് മുമ്പേ ചെയ്ത കാര്യം അറിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ BJPയിലെ സൂപ്പർ പവർ ആരാണ് എന്നുള്ളതാണ് BJPയിലെ മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നത്. BJPക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്ന് അവർ അടിവര ഇടുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരാൾക്ക് മേയർ പദം അല്ലെങ്കിൽ ഒരു പദവി വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് BJPയുടെ കീഴ്വഴക്കമല്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. കടുത്ത അതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ പുകയുന്നുണ്ട്. ഇപ്പോൾ ആർ ശ്രീലേഖയുടെ വിശദീകരണം പോലും പാർട്ടി നേതൃത്വം ഈ വിവാദം കെട്ടടക്കണമെന്ന നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് മാധ്യമങ്ങളെ വിമർശിച്ച് ഇന്നും ഇന്നലെയുമായി ആർ ശ്രീലേഖ രംഗത്തെത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.